ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കുമാർ സാർക്കും, നമ്മുടെ ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ വന്നാറ് സർ. സോ അവർക്കും ഫ്രം കേരള ദേ ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ എം വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സാർ ഞാൻ ആഫ്റ്റർ 13 years தான் தமிழில் ஒரு படம் நடித்தேன். ஐ ஹேட் எ கிரேட் டைம். 2 lines மார்னிங்லேருந்து ஈவினிங் வரைக்கும் 2 lines தான். ஸோ நெக்ஸ்ட் டைம் ஒரு 4 lines ஐ வில் ட்ரை. சாரி, வெரி வெரி சாரி. மலையாளம் எனக்கு அறியில்லை, இஷ்டமல்ல. இங்கிலீஷும் கொஞ்சம் இல்லை. ஸோ ஃபாஸ்ட்டு ட்ரெயின் போடுற மாதிரி டாக்கிங் ஃபுல் ஃபாஸ்ட்டு. ஸோ நான் கேட்ச் பண்ண ஐ வில் ட்ரை, பட் முடியலை ஃபாஸ்ட்டு. ஓகே சார், சாரி. இட்ஸ் ஓகே சார். உங்களுக்காக நான் தமிழ்ல சொல்றேன். ஐயோ, ஆனா எனக்கு தமிழ் இது மட்டும் தான் தெரியும். and I think everybody will help me to translate this into Tamil. ஆமாம், ஓகே. நீங்கள் ஓகே, மை பிரதர் எனக்கு ப்ராமட்டிங் பண்ணிடுறாரு. ஓகே ஓகே. இந்த கதை ஃபஸ்ட்டு ஓன் ஸ்டோரி தான். ஓன் ஸ்டோரின்ற விட தமிழ் ஃபேமிலி, ஸோ எல்லாத்துலேயுமே இருக்கிற கரண்ட்டில் இருக்கிற ஒரு ஸ்டோரி தான் இது. ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலியும் இது இருக்குது. ஸோ அதுதான் நான் இதை லாஸ்ட் ஒரு 1.5 years நான் இந்த ஸ்டோரி பண்ணேன். என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க. மை ஹீரோ நான் அப்படி தான் செல்வி எனக்கு. ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அதுக்கப்புறம் ஒரு ஃபிலிம் ஃபெஸ்டிவலுக்கான மூவி, அவார்டு மூவி கொட்டுக்காளி பார்த்துருப்பீங்க. ஸோ இந்த 3 படமே வேறு ஜேர்னலில் இருக்கும். ஸோ இப்போ நெக்ஸ்ட் மூவி பண்ணுறப்போ எனக்கு ஒரு ஃபேமிலி மூவி பண்ண நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு இருந்தேன். பட் எனக்கு அதர்ஸ் நிறையா ஸ்கிரிப்ட் வந்துச்சு. பட் எனக்கு நான் எதிர்பார்க்கும் போது கொஞ்சம் நல்லா இருந்துச்சு, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ஆல்ரெடி என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு. ஸோ இந்த டைரக்டர் சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க. அவங்க ஸ்டோரி சொன்னாங்க. ஓகே, பட் நல்லாயிருக்கு ஒரு ஸ்டோரி, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ப்ரொடியூசர் சொன்னார், ஆல்ரெடி சூரிய சாட்டு ஒரு ஸ்டோரி இருக்குது, ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க. நான் ஸ்டோரி சொன்னேன். அவர் பிரசாந்த் டேரக்டருக்கு ரொம்ப പിടിച്ചു പോച്ചു. என்னன்னா എല്ലാവരുടെ ലൈഫിലുമേ இருக்குது സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറേ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും. ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ അമ്മയോടൊരു ഐ ലവ് യു പറയാനോ, അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു. സൂരി സാറാണ് ഹീറോ എന്ന് പറഞ്ഞു, ഐഷു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാഗുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ, ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി. കാരണം 3 പേര് മാത്രമുള്ള ഇപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. അപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കിക്കാണുക എന്നുള്ളതൊഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഞാൻ ഭയങ്കര എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ
ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും, ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ്, ഫ്രണ്ടിൽ നിന്നാണ് മാറി, ഫ്രണ്ട് അഭിനയിക്കാൻ ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്കാള് എല്ലാവരും സീനിന് ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടിയോ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്.